മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം 1 മുതൽ ആ ആ ആ ആ ഹല്ലേലൂയ. ഇന്ന് നമ്മളൊരു ഉപമയെ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണ് വചനമാകുന്ന വിത്ത്. അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വിത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? വിത്ത് നട്ട് മുളപ്പിച്ചിട്ടുള്ളവർ ആരൊക്കെയുണ്ട്? എല്ലാവരും മുളപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വിത്ത് എന്ന് പറഞ്ഞാൽ എന്ത് ആണെന്ന് അറിയാം. മുളയ്ക്കുന്ന വിത്തുമുണ്ട്, മുളയ്ക്കാത്ത വിത്തുമുണ്ട്. എന്തായിരിക്കും ഒരു വിത്ത് മുളയ്ക്കാത്തതിന് കാരണം? ഒന്ന്, അതിനകത്ത് ജീവനില്ലാത്തതുകൊണ്ടാണ്. 2, അതിന് വീഴാനുള്ള മണ്ണില്ല. പിന്നെ മണ്ണില്ലെങ്കിലും വിത്ത് വീണാലും മുളയ്ക്കത്തില്ല, അങ്ങനെയാണ്. പിന്നെ വേറെ എന്ത് കാരണം ഉണ്ടാവും? അതിനുള്ള സാഹചര്യങ്ങൾ കിട്ടിയില്ലെങ്കിലും അത് മുളച്ചു വരില്ല. നിങ്ങളൊരു വിത്ത് ഒരിടത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ ഇരുന്നാൽ അത് മുളച്ചു വരുമോ? ഇനി മണ്ണില്ലാത്ത ഒരു കോൺക്രീറ്റ് തറയിൽ വിത്തിട്ടാൽ മുളയ്ക്കുമോ? ഒരു കുപ്പിക്കകത്ത് വിത്തടച്ചു വെച്ചാൽ ഒന്നും മുളയ്ക്കത്തില്ല അല്ലേ? അപ്പം അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. മണ്ണ് വേണം. അപ്പം യേശു ഇവിടെ ഒരു ഉപമ പറഞ്ഞു കൊടുക്കുകയാണ്. യേശു എപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ചെറിയ ചെറിയ ഉപമയിലൂടെയാണ്. ദൈവരാജ്യത്തിൻ്റെ മിസ്റ്ററീസ് അല്ലെങ്കിൽ മർമ്മങ്ങൾ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് എപ്പോഴും ഉപമകളിലൂടെയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? കർത്താവ് പറയുന്ന കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്നാണ്. ആഗ്രഹിക്കുന്നവൻ വീണ്ടും വരും കർത്താവിൻ്റെ അടുത്ത്. എന്താ കർത്താവ് പറഞ്ഞത്? വിത്തിൻ്റെ ഉപമ അല്ലേ? ഇത്രയും വായിച്ചു പോകുന്നവരുണ്ട്, ഇതെന്താണെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പം യേശു പറയുക, വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. അതെവിടെല്ലാമാണ് വീഴുന്നത്? ഒന്ന് എവിടെ വീണു? ഒന്ന് നല്ല നിലത്ത് വീണു. രണ്ടാമത് എന്താണ്? മുള്ളിനിടയിൽ വീണു. പിന്നെ പാറസ്ഥലത്ത് വീണു. പിന്നെ വഴിയരികെ വീണു. അപ്പോൾ 4 സ്ഥലത്ത് ഇതിൻ്റെ വീഴ്ച നടന്നു. അപ്പോൾ വിതയ്ക്കുന്ന ആള് വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. ആരാണ് വിതയ്ക്കുന്ന ആൾ? ഇവിടെ യേശുവാണ്. വിതയ്ക്കുന്ന എന്താണ്? വചനമാണ്. വചനം വിതയ്ക്കുവാണ്. അത് വഴിയരികെ വീണു എന്ന് പറഞ്ഞാൽ എന്താണ്? വീഴേണ്ട പാടത്തിനകത്തോട്ടല്ല, അല്ലെങ്കിൽ കിളച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന മണ്ണിനകത്തോട്ടല്ല വീണത്. പിന്നെ എവിടെയാണ് വീണത്? വഴിയരികെ. വഴിയരികെ വീണാനുള്ള പ്രശ്നം എന്താണ്? പറവകൾ കൊത്തിക്കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് ആ ഉപമയെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് വായിക്കാം കേട്ടോ. അതിൻ്റെ 18-ാം വാക്യം വായിച്ചേ സിസ്റ്റർ. 18. നിങ്ങളോട് പറയുന്നു. മതി. അപ്പോൾ ഈ വഴിയരികെ വീഴുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വചനം കേൾക്കുന്നതിന് കുഴപ്പമില്ല. എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ചകളിലും എല്ലാം നമ്മൾ വചനം കേൾക്കും. പക്ഷേ ഈ വചനം എവിടെ പോയി എന്ന് ചോദിച്ചാൽ പിന്നെ കാണില്ല. അടുത്ത ആഴ്ച വരുമ്പോൾ നമുക്കറിയത്തില്ലേ എന്തുകൊണ്ടാണ്? കൊണ്ടുപോയി വചനത്തെ. ഈ ദൈവരാജ്യത്തിൻ്റെ വചനം വീഴുന്നത് നോക്കി പിശാചിരിക്കും. എന്തിനാണ്? അത് എടുത്തോണ്ട് പോകാൻ നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന്. ഇത് പിന്നെ കാണത്തില്ല. പിന്നെ അടുത്ത ആഴ്ച വരുമ്പോഴാണ് നമ്മൾ വചനത്തെ പറ്റി ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടരുണ്ട്. വചനം വീഴുന്നു, അവർ ഗ്രഹിക്കുന്നില്ല. ആര് വന്ന് കൊത്തിക്കൊണ്ട് പോകുന്നു? പിശാച്. പക്ഷെ ഗ്രഹിച്ചാലോ, നിങ്ങളുടെ അകത്തോട്ട് അത് കയറിയാലോ പിന്നെ കൊത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. ഗ്രഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പിശാചിൻ്റെ ആ ഒരു മണ്ഡലം ആക്ടിവേറ്റ് ആയിരിക്കുന്നത്. നമുക്കൊന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. വചനം കേൾക്കുമ്പോൾ കർത്താവ് പറയുക, പൊട്ടണലികളെ പോലെ ആയിരിക്കുന്നു. ചെവി തുറന്ന് കേൾക്കാനായിട്ട് കഴിയുന്നില്ല. നമുക്ക് എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും ഗ്രഹിക്കുന്നില്ല. ആ അവസ്ഥയിൽ ഈ വീഴുന്ന വചനത്തെ ആര് കൊത്തിക്കൊണ്ട് പോകുക എന്നാണ് പറഞ്ഞത്? പിശാച്. അതാണ് ഈ പറവകളെന്ന് പറയുന്നത്. ഈ പിശാച് കൊത്തിക്കൊണ്ട് പോകുന്ന പോലെയാണ് വഴി അരികെ വീഴുന്ന വിത്തുകൾ എന്ത് ചെയ്യും? പറവകൾ കൊത്തിയെടുക്കും. അവരതിനെ
ആഹാരമൊക്കും. രണ്ടാമത്തെ വായിച്ചു, രണ്ടാമത്തെ വായിച്ചു. ചിലത് പാറസ്ഥലത്ത് വീണു. ആ ആ ആ ആ വേഗത്തിൽ ഉണങ്ങിപ്പോയി. അപ്പൊ രണ്ടാമത്തേന്ന് പറയുന്നത് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരാണ്. ഉടനെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളും. പക്ഷെ എന്തില്ല? ഹൃദയത്തിനകത്തൊരു താഴ്ചയില്ല. ഹാർഡ് ഹാർട്ടഡ് എന്ന് പറയും. ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതകത്തോട്ട് കയറില്ല. ചില സ്ഥലത്തൊക്കെ നമ്മൾ വിത്ത് വിതച്ച് കഴിഞ്ഞാൽ മണ്ണിന് താഴ്ചയില്ലെങ്കിൽ എന്ത് പറ്റും? അത് ഉണങ്ങിപ്പോവും, വേര് പോകത്തില്ല. അപ്പോൾ ഡീപ്പ് റൂട്ടഡ് ആകാൻ കഴിയാത്തവർ വചനം വായിക്കും പോകുന്നു, എന്താ അതിൽ നിന്ന് പറയുന്നത്, ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെയുള്ളവർ വചനം സന്തോഷത്തോടെ സ്വീകരിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ആഴമില്ലാത്തതുകൊണ്ട് ഉണങ്ങിപ്പോകും. സൂര്യൻ്റെ ചൂട് എന്താ? സൂര്യൻ്റെ ചൂട് എന്തായാലും സൂര്യൻ്റെ ചൂട് വേണമല്ലോ അല്ലേ ചെടികൾക്ക്. എന്തായാലും പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒന്നും വരാതിരിക്കില്ല. പക്ഷേ നീ ആരാധനയ്ക്ക് പോയിട്ട് എന്തോ ആയി, ഇത്രയും കാലം ആരാധിച്ചില്ലേ, അങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ പോയി, വചനവും പോയി, വിശ്വാസവും പോയി. സൂര്യൻ്റെ ചൂട് തട്ടിയപ്പോൾ ഉണങ്ങിയതുപോലെ അത് ഉണങ്ങിപ്പോയി. അടുത്ത മൂന്നാമത്തേത് വായിച്ചേ. ആ മുള്ളിനിടയിൽ വീണു. ആ മുളച്ച് വളർന്നതിനെ ഞെരുക്കിക്കളഞ്ഞു. ചില വിത്ത് എവിടെയാണ് പോയി വീണത്? മുള്ളിനിടയിൽ. അതെന്താണെന്ന് കർത്താവ് പറയുന്നുണ്ട്. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവർ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുവൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നു. അപ്പോൾ മുള്ളിനിടയിൽ വിത്ത് വീണാലും ഈ വിത്ത് വളർന്നു വരുമ്പോൾ ചുറ്റും നിൽക്കുന്ന മുള്ളുകൾ എന്തെയും ഇതിനെ ഞെരുക്കിക്കളയും. അങ്ങനെ വരുമ്പോൾ ഫലം കായ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, ഏതെങ്കിലും വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിങ്ങൾ കൊണ്ടുപോയി ഒരു തൈ നട്ടു നോക്കണം, അത് വളരില്ല. എന്തുകൊണ്ടാണ്? ഈ വൃക്ഷം, വലിയ വൃക്ഷം ആ ചെറിയ വൃക്ഷത്തെ ഞെരുക്കിക്കളയുന്ന കൊണ്ടാണ്. അതുപോലെയാണ് മുള്ളിനിടയിൽ വീണാൽ ആ വൃക്ഷത്തിന് മുകളിലോട്ട് പൊങ്ങി വരാനും ഫലം കായ്ക്കാനും കഴിയില്ല. ഇത് വളരും, പക്ഷേ ഈ വളർന്ന് ഇങ്ങനെ ഒരു സ്റ്റേജിൽ എതിങ്ങ് നിൽക്കും, ഫലം വരത്തില്ല. അതിന് കാരണം എന്താണ് പറയുന്നത്? ഈ ലോകത്തിലെ മോഹങ്ങളും ധനത്തിന്റെ ചിന്തകളും എല്ലാം കൂടെ ഞെരുക്കുന്നു. ഈ ലോകത്തിന്റെ മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിന്റെ കാര്യങ്ങൾ, അതിനെ പറ്റിയുള്ള ചിന്തകൾ, ഈ ലോകത്തിലുള്ള വിവിധ വിഷയങ്ങൾ, ഈ ലോകത്തിൽ എങ്ങനെ ഒരു ജീവിതം നയിക്കാം, അതിന്റെ ഭാരങ്ങളും കാര്യങ്ങളും എല്ലാം കൂടി വരുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ അതായിപ്പോവും. പിന്നെ ദൈവവചനം വീഴുന്നുണ്ട്, പക്ഷെ ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. അനേകരുടെ ജീവിതം നോക്കിയാലും അങ്ങനെ കാണാൻ പറ്റും. വചനമൊക്കെ വീഴുന്നുണ്ട്, പക്ഷെ ഫലം കൊടുക്കാനായിട്ട് അവരുടെ ജീവിതത്തിൽ കഴിയുന്നില്ല. എല്ലാവരും കർത്താവിന് വേണ്ടി എഴുന്നേൽക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഇന്ന് അനേകർക്കും എഴുന്നേൽക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. യേശുവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? പല ചിന്തകളും വന്ന് ഇവരെ ഞെരുക്കിക്കളയുന്നതിനാൽ ഫലം കായ്ക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ഈ 3 സ്റ്റേജിൽ ഏത് സ്റ്റേജിലാണ് നമ്മൾ ആയിരിക്കുന്നതെന്നൊന്ന് കണ്ടുപിടിക്കണം. വഴി അരികെ വീഴുന്ന വിത്ത് പോലെ വചനം എടുത്തോണ്ട് പോവുകയാണോ? 2, പാറ സ്ഥലത്ത് വീണതുപോലെ ആഴമില്ലാത്തതൊന്നും ഉണങ്ങിപ്പോവുകയാണോ? 3, മുള്ളിനിടയിൽ വീണിട്ട് ഫലമില്ലാത്തതുപോലെ ഞാൻ ആയിരിക്കുകയാണോ? 4, നല്ല നിലത്തിൽ വീണിട്ട് ഞാൻ ഫലം കായ്ക്കുകയാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഏതാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നീ വീട്ടിൽ പോയി കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നിങ്ങൾ കണ്ടുപിടിക്കും. നിങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ബൈബിൾ അടച്ചാൽ പിന്നെ എപ്പോഴാണ് തുറക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഏതവസ്ഥയിലാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ ആയിരിക്കുന്നത്? ചിന്തിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നല്ല നിലത്ത് വീണിട്ട് 30, 60, 100 മേനി, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് തിരിച്ചാണ്. ഓക്കെ, 100, 60, 30 നമ്മളിങ്ങനെ പറഞ്ഞു 30, 60, 100 ആക്കി. അങ്ങനെയല്ല കർത്താവ് പറയുന്നത്. 100, 60, 30 എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്താ? അപ്പോൾ 100 മേനി കായ്ക്കണം.
അത് പറ്റാത്തവൻ 60 ഒട്ടും പറ്റിയില്ലെങ്കിലും 30 അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് 100 മേനി ഫലമുള്ളവരായി നമ്മൾ തീരണം. ഒരു ചെവിയിലൂടെ വചനം കേട്ടു, ഇപ്പുറത്തെ ചെവിയിലൂടെ അത് പോയി. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? പിശാച് വന്ന് അന്നേരെ കൊത്തിക്കൊണ്ടു പോകും. ഇവൻ്റെ അകത്ത് ഒന്നും ഇരിക്കാനായിട്ട് സമ്മതിക്കില്ല. എന്താ കഴിഞ്ഞ ആഴ്ച പറഞ്ഞേ? ഒരു പിടുത്തമില്ല. കഴിഞ്ഞ ആഴ്ച എന്ത് പറഞ്ഞു, കഴിഞ്ഞ മാസം എന്താ പറഞ്ഞേ, അറിയത്തില്ല, പോയി. അതെല്ലാം ഇവൻ്റെ ഉള്ളിൽ നിന്ന് പോയി. പിന്നീട് നമ്മൾ വചനം നോക്കാതിരിക്കുമ്പോൾ ഡീപ്പ് റൂട്ടഡ് ആവാനൊന്നും നമുക്ക് പറ്റില്ല. ചെറിയൊരു പ്രശ്നമോ ഉപദ്രവമോ നേരിടുമ്പോൾ നമ്മൾ വിശ്വാസവും വിട്ടുപോകും, വചനവും കളഞ്ഞിട്ട് പോവും, എല്ലാം പോവും. പിന്നെ ചിന്തകളും ഭാരങ്ങളും കൂടി വന്നു കയറുമ്പോൾ ഫലവുമില്ല. വൃക്ഷമായിട്ട് എത്ര കാലം കൊണ്ട് ഇങ്ങനെ ചെടിയായിട്ട് നിൽക്കുവാണ്, വളരുന്നുമില്ല, ഫലം കായ്ക്കാനായിട്ട് പറ്റുന്നുമില്ല. അപ്പം നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യണ്ടേ, എന്നാലല്ലേ ഫലം കായ്ക്കാനായിട്ട് പറ്റൂ. നമ്മളിത് തിരിച്ചറിയണ്ടേ, ഏതാണ് എൻ്റെ സ്റ്റേജ്, എന്താണ് എന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് എനിക്ക് ഫലം കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. വെറും ഒരു വിശ്വാസിയായി ഇരിക്കാനാണോ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്? വെറും ഒരു വിശ്വാസിയായി പ്രാർത്ഥിക്കുക, ആരാധിക്കുക, കൈയടിക്കുക, വീട്ടിൽ പോവുക, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഏതിനാണ്? അല്ല. ഓരോരുത്തരുടെയും ജീവിതവും ഫലമുള്ളതായി തീരണം. ഹല്ലേലൂയ. എൻ്റെ മോളുടെ പാഠപുസ്തകത്തിൽ ഇംഗ്ലീഷ് ടെസ്റ്റിനകത്ത് അവൾക്കൊരു കഥ പഠിക്കാനുണ്ട്. അപ്പം അതിനകത്ത് ഇങ്ങനെ ഒരു കഥയുണ്ട്. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിൻ്റെ എന്തെന്നാണ്? വിദ്യാധര, ദ കിങ് ഓഫ് ഗാന്ധാര. ഗാന്ധാര എന്നുള്ള പറയുന്ന ഒരു രാജ്യത്ത് വിദ്യാധര എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. ആ രാജാവിന് മക്കളില്ലായിരുന്നു. ഇല്ല. അപ്പോൾ രാജാക്കന്മാർക്ക് മക്കളില്ലാതായാൽ അവർക്കൊരു അനന്തരാവകാശി വേണം. അങ്ങനെയുള്ളപ്പോൾ അവർ ദത്തെടുക്കും. ഇങ്ങനെ ആ രാജാവ് ഒരു കാര്യം തീരുമാനിച്ചു, ഒരു കുഞ്ഞിനെ ദത്തെടുക്കണം. എന്തിനാണ്? അടുത്ത രാജ്യത്തിൽ ഈ അടുത്ത് എൻ്റെ ഭരണം കഴിഞ്ഞാൽ അവനാകണം ഭരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നല്ല ബുദ്ധിയും സാമർഥ്യമുള്ള ഒരാളായിരിക്കണം രാജാവ്. നേരെ രാജാവ് ഒരു വിളംബരമൊക്കെ ചെയ്തു. വിളംബരം ചെയ്തിട്ട് പറഞ്ഞു, രാജാവിത രാജകുമാരിമാരെ തേടുന്നു, അവസരമുള്ളവർക്ക് ഒരു മത്സരമുണ്ട്, വരൂ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളും വരിയായി മത്സരത്തിന് പോയി. അവിടെ നിന്നപ്പോൾ രാജാവ് കുറേ വിത്ത് എടുത്തു വെച്ചിട്ട് ഓരോ കുട്ടിയേക്കും വിത്ത് കൊടുത്തിട്ട് പറഞ്ഞു, 6 മാസത്തെ സമയം തരാം, നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് മുളപ്പിച്ച് മനോഹരമാക്കി ഏതാണോ ഈ വിത്തിനകത്തുള്ള ചെടി അതിനെ റെഡിയാക്കി കൊണ്ടുവരണം. ഇതാണ് അവർക്ക് കൊടുത്ത മത്സരം. എല്ലാ കുട്ടികളും സന്തോഷത്തോടെ വീട്ടിൽ പോയി. എല്ലാവരും ചെടി നട്ടു, ചെടി വളർത്തി, എല്ലാം കൊണ്ടുവന്നു. അതിലൊരു കുട്ടി, അതിൻ്റെ പേരെന്തുവാണ്? പിങ്കല. പിള്ളേർക്ക് പഠിക്കാൻ എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ. പിങ്കല ഒരു ഫാർമറിൻ്റെ സണ്ണാണ്. അപ്പോൾ അവന് ഈ കൃഷിയൊക്കെ നല്ലപോലെ അറിയാം. അവൻ ആ വിത്തിനെ ഒരു ചെടിച്ചട്ടിയിലിട്ടു, വെള്ളം ഒഴിച്ചു, പരിപാലിച്ചു, നല്ലപോലെ നോക്കി. എന്നിട്ടും ഈ ചെടി വളർന്നില്ല. വിചാരിച്ചു മണ്ണിൻ്റെ കുഴപ്പമായിരിക്കും. മണ്ണ് മാറ്റി, ചെടിച്ചട്ടി മാറ്റി, എല്ലാം മാറ്റി നോക്കി. ഇത് വളരുന്നില്ല. അത് അവസാനം ആ ഫലപ്രഖ്യാപനത്തിൻ്റെ ഡേറ്റ് വന്നപ്പോൾ എല്ലാ കുട്ടികളും വലിയ ചെടികളൊക്കെ ആയിട്ട് ഒരാളുടെ സപ്പോർട്ടില്ല, രക്ഷകർത്താക്കൾ കൂടെയൊക്കെ പിടിച്ചിങ്ങനെ കൊണ്ടുപോവാണ്. രാജാവിൻ്റെ അടുത്ത് വലിയ മരവും ചെടിയും പൂവും കായും എല്ലാം കൂടെ കൊണ്ടുപോവാണ്. ഇവൻ ഇതാണ്ട് ഒരു ചെടിച്ചട്ടി മാത്രം, ഈ പിങ്കല എന്ന് പറയുന്ന പയ്യൻ കൊണ്ടുപോവാണ്. എല്ലാ കുട്ടികളും അവനെ കളിയാക്കി, അയ്യയ്യേ, ഇത്രയും കാലം ഒരു വിത്ത് തന്നിട്ട് വേറൊരു ചെടിച്ചട്ടി കൊണ്ടുവരുന്നവൻ നീ മാത്രമേ ഉള്ളൂ. എല്ലാ കുട്ടികളും കളിയാക്കി. അവൻ ഒത്തിരി സങ്കടമായി. അവൻ കരയാനായിട്ട് തുടങ്ങി. അവൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞു, നിനക്ക് പൊടിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ലല്ലോ, നീ ഇത് കൊണ്ടുപോയാൽ മതി, കൊണ്ടുപോയിക്കാം. അവൻ അതും കൊണ്ടുപോയി. ഓരോ കുട്ടികളും രാജാവിനെ അവരുടെ ചെടികൾ കാണിച്ചു. ഇവന് കാണിക്കാൻ വിഷമമായതുകൊണ്ട് ഓരോ കുട്ടി വരുമ്പോഴും അവൻ ക്യൂവിൻ്റെ ബാക്കിലോട്ട് മാറാൻ തുടങ്ങി. എല്ലാവരും കാണിക്കട്ടെ, എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ കാണിക്കാൻ. എല്ലാവരെയും കാണിച്ച് രാജാവിന് ഒരു സന്തോഷം തോന്നിയില്ല. മാറ്റി നിർത്തി. എന്നാൽ ഇവൻ ഈ ചെടിച്ചട്ടിയും കൊണ്ടുവന്നപ്പോൾ രാജാവിന് ഒത്തിരി സന്തോഷമാണ്. രാജാവ് അവനോട് പറഞ്ഞു, നീയാണ് അടുത്ത രാജാവ്, ഞാൻ നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് രാജാവ് അവനെ സെലക്ട് ചെയ്തു? എന്തുകൊണ്ട് അവൻ്റെ വിത്ത് മുളച്ചില്ല? ബാക്കിയുള്ളവരുടെ കുട്ടികളുടെ വിത്തെല്ലാം മുളച്ചു. ഇതാണ് എൻ്റെ ചോദ്യം. നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠപുസ്തകത്തിലുള്ള കഥയാണ്. അവിടെ അറിയായിരിക്കും, ഇല്ലേ? അറിഞ്ഞൂടെ?
ശരിക്കുള്ള വിത്തല്ലായിരുന്നു. അത് ശരിക്കുള്ള വിത്തായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ശരിക്കുള്ള വിത്ത് തന്നെ. അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്, ബുദ്ധി വർക്ക് ചെയ്യട്ടെ. കേടായ വിത്തായിരുന്നു. ഇനി പറയാം. ഹല്ലേലൂയ. രാജാവ് ഈ വിത്ത് കൊടുക്കുന്നതിന് മുമ്പേ എല്ലാ വിത്തുകളെയും ചട്ടിയിലിട്ട് വറുത്തു. പിള്ളേർക്ക് പഠിക്കാനുള്ള സ്റ്റോറിയാണ്. രാജാവ് എന്ത് ചെയ്തു? റോസ്റ്റ് ചെയ്തു. എല്ലാ വിത്തിനെ എന്ത് ചെയ്തു? റോസ്റ്റ് ചെയ്തു. റോസ്റ്റഡാണ് കൊടുത്തത്. എല്ലാം വറുത്തിട്ടാണ് കൊടുത്തത്. നമ്മൾ ഈ വറുക്കുമ്പോൾ പിന്നെ മുളയ്ക്കുമോ വിത്ത്? ഒരിക്കലും മുളക്കില്ല. രാജാവ് വലിയ തലയുള്ള ആളാണ്, വിദ്യാധര രാജാവ്. ഈ വറുത്തിട്ടാണ് ഈ വിത്ത് കൊടുത്തത്. അപ്പോൾ ഒരു വിത്ത് പോലും മുളയ്ക്കില്ലെന്ന് രാജാവിന്, അത് കേടായ വിത്തായിരുന്നു, ശരിയായിട്ടുള്ള വിത്തല്ലായിരുന്നു. ഇതൊക്കെ വന്നു എങ്കിലും കറക്റ്റ് ഞാൻ പറഞ്ഞതാണ്. ഈ വറുത്തു കൊടുത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്? മുളയ്ക്കാത്തത്. അപ്പോൾ ഈ മുളപ്പിച്ചുകൊണ്ട് വന്നവരോ വേറെ വിത്തിട്ട്, അയ്യോ രാജാവ് തന്നതല്ലേ, എന്തായാലും പറ്റിക്കൂലല്ലോ അല്ലേ? രാജാവിനോടാണ് കളി. നമ്മൾ സ്വർഗത്തിലെ ദൈവത്തെ കളിപ്പിക്കാനിരിക്കുന്ന പോലെ ചില പരിപാടികൾ. അപ്പോൾ അവരെല്ലാം മുളപ്പിച്ചു കൊണ്ടുപോയി. പക്ഷെ രാജാവ് നോക്കിയത് എന്താ? സത്യസന്ധനായിട്ടുള്ള ഒരുത്തനെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. നീ വിത്ത് ശരിയായിട്ട് നീ നോക്കി മുളപ്പിച്ചു കൊണ്ട് വരുന്നുണ്ടോ? സത്യസന്ധതയുള്ള പിങ്കല എന്ന് പറയുന്ന കുട്ടിയാണ് ഒടുവിൽ എന്ത് ചെയ്തത്? രാജാവാക്കി ദൈവം തീർത്തത്. അപ്പം ഇത് പറയാൻ വന്നത് ഇവിടുത്തെ സാഹചര്യം വിത്തിൻ്റെതായതുകൊണ്ട് ഞാൻ ഓർത്തതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ചില വിത്തുകൾക്കകത്ത് ഇതുപോലെ ജീവൻ ഉണ്ടാകില്ല. ജീവൻ ഉണ്ടാകാത്ത വിത്തിനെ കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. വചനം എന്ന് പറയുന്നത് ജീവനില്ലാത്ത ഒരു വിത്തല്ല. വചനത്തിനകത്ത് എന്താണുള്ളത്? ജീവനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം എടുത്ത്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവനുണ്ടായിരുന്നു. അതൊരു നിൽക്കട്ടെ. ആദിയിൽ എന്തുണ്ടായിരുന്നു എന്നാ പറയുന്നത്? വചനമുണ്ടായിരുന്നു. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് എന്നാ പറയുന്നത്. ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വചനത്തിന് ദൈവത്തോട് വലിപ്പമില്ലേ? ഹല്ലേലൂയ. വചനം ദൈവമായിരുന്നു. പറഞ്ഞു, അടുത്ത വാക്ക് എന്താണ്? കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. പറഞ്ഞാട്ടെ, സകലവും. സകലവും വചനത്താൽ ഉളവായി. പറഞ്ഞ സകലവും. നിങ്ങൾ ഇന്ന് കാണുന്നത് സർവവും, കാണാത്തതും ഉണ്ട്. കാണാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്സിജനെ കാണാമോ? നിങ്ങളിങ്ങനെ ശ്വസിച്ചെടുക്കുന്നില്ലേ? കാണാമോ? ഇല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ വൈറൽ ഫീവറാണ്, ഇങ്ങനെ വൈറസിനെ കാണാമോ? അമീബയെ കാണാമോ? ബാക്ടീരിയയെ കാണാമോ? വയറിളക്കം വരുമ്പോൾ ഡോക്ടർ പറയും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. കാണാമോ? ഇതിനെയൊക്കെ ഒന്നും കണ്ടുകൂടാ. അപ്പോൾ കാണാത്തത് കൊണ്ട്, കാണാൻ പറ്റാത്തതുകൊണ്ട്. ദൂതന്മാരെ നിങ്ങൾക്ക് കാണാമോ? പിശാചിനെ കാണാമോ? ഇല്ല. പലതും നമുക്ക് കണ്ടുകൂടാ. നമുക്ക് പിന്നെ എന്താണ് കാണാന്നുള്ളത്? നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിഞ്ഞും കൂടാ, ഒന്നും കാണാനും നമുക്ക് പറ്റുന്നില്ല. നമുക്ക് വളരെ കുറച്ച് പരിമിതമായിട്ടുള്ള കാര്യങ്ങളാണ് കാണാനും അറിയാനായി കഴിയുന്നത്. ഉളവായതൊന്നും അവനെ കൂടാതെയല്ല. എന്തെല്ലാം ഉളവായിട്ടുണ്ടോ, ആകാശം, ഭൂമി, അത് മാത്രമല്ല നമ്മൾ കാണാത്ത പലതുമുണ്ട്. 3 ലോകങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? ഏതൊക്കെയാണ്? ആകാശമുണ്ട്, ഭൂമിയുണ്ട്, പാതാളമുണ്ട്, പിന്നെ എന്താണ്? ഇതെല്ലാം ദൈവത്താൽ ഉരുവായതാണ്. വചനം പറയുന്നു, കാഴ്ചകൾ, കർത്തൃത്വങ്ങൾ, അധികാരങ്ങൾ എല്ലാം അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. സർവ്വ അധികാരങ്ങൾ സർവ്വതും വചനത്താലാണ് ഉരുവായത്. ഹല്ലേലൂയ. അടുത്ത വചനം വായിച്ചോളൂ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വചനത്തിലുള്ളത് എന്താണ്? ജീവന. ഇത് ഈ റോസ്റ്റ് ചെയ്ത വിത്ത് പോലത്തെ പരിപാടിയല്ല. ഇതിനകത്ത് ജീവനുണ്ട്. അതുകൊണ്ട് വചനത്തെ സ്നേഹിക്കുന്നവനും വചനം വായിക്കുന്നവനും ജീവനുള്ളവനായിരിക്കും. ഹല്ലേലൂയ. എത്രത്തോളം നിങ്ങൾ വായിക്കുമോ അത്രത്തോളം നിങ്ങൾ ജീവനാൽ 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 നിറഞ്ഞുകൊണ്ടേയിരിക്കും.
വചനം വായിക്കാത്തവർക്ക് ജീവനില്ല. ഇല്ല, വചനത്തിലല്ലേ ജീവനുള്ളേ. നമ്മൾ ഈ വചനം വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ജീവൻ നമ്മളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഇത് ഞായറാഴ്ച മാത്രം തുറക്കാനുള്ള ഒരു പുസ്തകമല്ലത്. ഇത് ജീവനാ, ജീവൻ, ജീവൻ. ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്താ കർത്താവേ ഈ വചനത്തിനകത്ത് ഈ ജീവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്? കർത്താവ് എന്നെ ഒരു വലിയ കുമിള പോലൊന്ന് കാണിച്ചു. അതിനകത്തു നിന്ന് ഓരോ തരംഗങ്ങൾ വരുന്നതിനകത്തും ജീവൻ വ്യാപരിക്കുന്നതായിട്ട് ദൈവം എന്നെ കാണിച്ചു. ഓരോ വചനം ഒരു പാക്കറ്റ് പോലാണ് വരുന്നത്. മനസ്സിലാവുന്നോ? അതിനകത്തു നിന്ന് എന്ത് വ്യാപരിക്കുന്നുണ്ട്? ജീവൻ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ജീവനുമാണ്. രക്ഷയിലേക്ക് വരുന്നവർക്ക് ഇതാ ജീവൻ. അവന്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്നത്, ആത്മാവിനെ വളർത്തുന്നത്. നമ്മുടെ ശരീരത്തെ വളർത്താൻ നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ എപ്പോഴും ഫുഡ് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം അവരുടെ വളർച്ച കൂടുതലായതുകൊണ്ടാണ്. നമ്മൾ എപ്പോഴും ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വളരുന്നുണ്ടെന്ന അർത്ഥം. എപ്പോഴും ബൈബിൾ വായിക്കുന്നുണ്ട്, എപ്പോഴും വചനം കേൾക്കുന്നുണ്ട്, വചനത്തോടൊരു ദാഹം, വചനത്തോടൊരു വിശപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആത്മാവിൽ നിങ്ങൾ വളരുന്നു എന്നർത്ഥം. ഒരിക്കൽ ഒരു ഡോക്ടറിനെ കാണാൻ ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് വിശപ്പില്ല. വിശപ്പില്ലെങ്കിൽ അർത്ഥം എന്താണെന്നാണ്? വളരുന്നില്ല. അപ്പൊ ഡോക്ടർ അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു. അപ്പൊ വിശപ്പില്ലെങ്കിൽ വളർച്ചയുമില്ല. നമുക്ക് വചനം വായിക്കാനും പഠിക്കാനും ദാഹമില്ലെങ്കിൽ നമുക്ക് വളർച്ച ഉണ്ടായില്ല. അപ്പൊ ഈ നാളുകളിൽ വചനം പഠിക്കാനായിട്ട് ഒരു ദാഹം നമുക്കുണ്ടാകണം. ആഴത്തിൽ വായിക്കണം, കർത്താവെ പഠിക്കണം. വചനം വായിക്കാൻ അറിഞ്ഞുകൂടാത്തൊരു കൈവക്കി, അക്ഷരം എനിക്ക് അറിയില്ല വായിക്കാൻ എന്നുള്ളൊരു ചേച്ചിക്ക് മാത്രം അവിടെ ഒരു ഓഡിയോ ബൈബിൾ പ്രൊവൈഡ് ചെയ്തേനെ കേട്ടോ. വെച്ച് കേൾക്കുന്നത്, വചനം വെച്ച് കേൾക്കാനായിട്ട് പറ്റുന്നത് ഒരെണ്ണം ഞാൻ വാങ്ങിത്തരാം. വേറെ ആരെങ്കിലും ഉണ്ടോ വായിക്കാൻ അക്ഷരം അറിഞ്ഞുകൂടെന്നുള്ള ഒരു ഓഡിയോ ബൈബിൾ തരും? ഇല്ല, ഇല്ല. അപ്പം ബാക്കി എല്ലാവർക്കും വായിക്കാൻ അറിയാം. അമ്മച്ചിക്ക് അറിയാമോ? അമ്മച്ചി എന്താ പറയുന്നു? അമ്മച്ചിക്ക് അറിയാമോ? അറിയാം. വായിക്കാൻ അറിയാം എന്നുള്ളവർ മുഴുവനും ബൈബിൾ വായിക്കണം, വായിച്ചിരിക്കണം. നിങ്ങൾക്ക് എത്രത്തോളം വായിക്കാൻ കഴിയുന്നോ അത്രത്തോളം നിങ്ങൾ വചനം വായിച്ചുകൊണ്ടേയിരിക്കണം, വായിച്ചുകൊണ്ടേയിരിക്കണം, വായിച്ചുകൊണ്ടേയിരിക്കണം. വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയണം. കർത്താവ് പറഞ്ഞു, ഹൃദയം നിറഞ്ഞു കവിയുന്നത് ആ വായ് പ്രസ്താവിക്കും. അപ്പൊ നിങ്ങളുടെ വായിലൂടെ വചനം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ അത് നിറയണം. ഹൃദയത്തിൽ നിറയുമ്പോഴേ വായിലത് പ്രസ്താവിക്കാനായിട്ട് കഴിയുന്നുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്ത് വചനം നിറയണം. അതുകൊണ്ട് ആ മോനൊക്കെ ഇരിക്കുന്നു, വചനം വായിക്കുമോ? അവൻ വായിക്കും. എത്ര സമയം വായിക്കും? ഒരധ്യായം അങ്ങനെ വായിച്ചാൽ പറ്റില്ല. എല്ലാ ദിവസവും 10 അധ്യായം വായിക്കണം. അടുത്ത ആഴ്ചയോട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും. എല്ലാ ദിവസവും വായിക്കണം. വചനത്തിലാണ് ജീവനുള്ളത്. അതില്ലാതെ ഒരു രക്ഷയില്ല. നമുക്ക് വളരാനായിട്ട് കഴിയില്ല. 2 വാക്യം കൂടെ വായിച്ചിട്ട് നിർത്തുവാണ്. ജീവൻ മനുഷ്യരുടെ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പൊ ഈ ജീവനാണ്, വചനത്തിലുള്ള ജീവനാണെന്ന് നമ്മുടെ വെളിച്ചം. പലരുടെ നടത്തം ഇരുട്ടിൽ കൂടിയ, ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയാണ്. അപ്പൊ വെളിച്ചം വേണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം വായിച്ചാൽ മതി, വചനം പഠിച്ചാൽ മതി, വചനത്തിൽ വളർന്നാൽ മതി. നിങ്ങൾക്ക് വെളിച്ചമുണ്ടാകും. ഹല്ലേലൂയ. കർത്താവ് അതിന് സഹായിക്കട്ടെ. അപ്പൊ എത്ര പേർന്ന് വെളിച്ചത്തിൽ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തിൽ വെളിച്ചം വരട്ടെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിച്ചം വരട്ടെ. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അടുത്ത വാക്യം, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. എത്ര ഇരുട്ടുള്ളിടത്തും നിങ്ങൾ ഒറ്റ സ്വിച്ചിട്ട് ലൈറ്റ് കത്തിയാൽ പിന്നെ ഇരുട്ട് അവിടെ നിൽക്കുമോ? ഇല്ല. നിങ്ങളുടെ ഉള്ളിൽ ഈ വെളിച്ചം നിറഞ്ഞാൽ ഇരുട്ടിന്റെ ശക്തികൾ, പിശാചിന്റെ അധികാരങ്ങൾ ഒന്നും നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ തലമുറകളിലോ നിൽക്കത്തില്ല. കാരണം എന്താ? വചനത്തിന്റെ വെളിച്ചം, ആ ജീവൻ നിങ്ങൾ ശോഭിക്കുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. എല്ലാ ദുഷ്ടന്റെ തന്ത്രങ്ങളെയും തകർത്തു കളയുന്ന ആയുധമാണ് വചനം. വചനം ഇരുവായി തലയുള്ള വാളാണ്. അസ്ഥിയെയും മാംസത്തെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ
തുളച്ചു ചെല്ലുന്നത്, ഹൃദയത്തിലെ ചിന്തകളെയും വിവേചനങ്ങളെയും എല്ലാം അറിയാനായിട്ട്, അത് തരം തിരിച്ച് അറിയിക്കാനായിട്ട് കഴിയുന്നത്. വചനം ശരിക്കും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർക്ക് എൻ്റെ ആത്മാവിൽ നിന്ന് വരുന്ന ചിന്ത ഏതാണ്, എൻ്റെ പുറത്തെ മനുഷ്യനിൽ നിന്ന് വരുന്ന ചിന്ത ഏതാണെന്ന് വ്യക്തമായിട്ട് അറിയാനായിട്ട് കഴിയും. ആത്മാവ് എന്താ പറയുന്നത്, എൻ്റെ ജഡം എന്താ പറയുന്നത്, ഇത് തിരിച്ചറിയാനായിട്ട് കഴിയും വചനം വായിക്കുകയും ധ്യാനിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നവർക്ക്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മുതൽ അതിനുള്ള ഒരു കൃപ ദൈവം നൽകി തരട്ടെ. വഴിയരികെ വീണതുപോലെയല്ല, പാറസ്ഥലത്ത് വീണതുപോലെയല്ല, മുള്ളിനിടയിൽ വീണതുപോലെയല്ല, നല്ല നിലത്ത് വീണ് 100 മേനി ഫലം കായ്ക്കാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കമാണോ? കർത്താവേ, എനിക്ക് 100 മേനി കായ്ക്കണം, 60, 30 ഒന്നും പോരാ. ഞാൻ എപ്പോഴും അപ്പനോട് പറയും, അപ്പ 60, 30 ഒക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് അതിലോട്ട് ഇപ്പം ഞാൻ നോക്കുന്നില്ല, എനിക്ക് 100 മേനി കായ്ക്കണം. ഹല്ലേലൂയ. അതിലൊരു കോംപ്രമൈസും ഇല്ല. 100 മേനി തന്നെ എനിക്ക് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കണം. ഹല്ലേലൂയ. ഒന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുക. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സംസാരിച്ചല്ലോ, വചനമാകുന്ന ആ വിത്തിനെ കുറിച്ച് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഈ നാളുകളിൽ ആ വിത്ത് വീഴേണ്ടതുപോലെ വീഴണം. ദുഷ്ടൻ അത് ഹൃദയത്തിൽ നിന്ന് കൊത്തിക്കൊണ്ട് പോകരുത്. ചിന്തകളും പ്രയാസങ്ങളും നേരിടുമ്പോൾ ഫലം കൊടുക്കാത്തവരായി തീരരുത്, അവർ വാടിപ്പോകുന്നവരായി തീരരുത്. കർത്താവേ, 100 മേനി തന്നെ ഫലം കായ്ക്കാൻ ഓരോ മക്കളെയും അങ്ങ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുത കരം ചലിക്കണം. താങ്ക് യു ജീസസ്. കർത്താവേ, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, അവരെ ഹൃദയങ്ങളിൽ സ്പർശിക്കണം. ഇതിനകത്ത് എനിക്ക് വചനം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, എനിക്ക് മർമ്മങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളവര് ആ ഹൃദയത്തിനകത്തോട്ട് കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, യൂട്യൂബിൽ എന്നെ കാണുന്നവർ, നിങ്ങൾക്ക് വചനം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളവര്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ആ ഹൃദയത്തിനകത്തോട്ട് നിങ്ങൾ 1 മിനിറ്റ് കൈവച്ചേ. യേശുവിൻ നാമത്തിൽ കർത്താവെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ സോൾ റലങ്ങൾ തുറക്കപ്പെടട്ടെ കർത്താവെ, അത് മനസ്സിലാകട്ടെ. വചനം വായിക്കുമ്പോൾ അതിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കട്ടെ. ഇതുവരെ ഇല്ലാത്തതുപോലെ റെവലേഷൻസ്, വെളിപ്പാടുകൾ പ്രിയ മക്കൾക്ക് ലഭിക്കട്ടെ. റന്തോ ബനഗൽ ഇസ്ബറാന ലോറന്തോ ബനാനെ ഗാദു മനഗലൈറന്തോ ഗറസറാലഹദ് ബോബാന ബാരഹദ് മിനേഗല. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ തലങ്ങൾ തുറന്നു വരട്ടെ, അതിന്റെ വാതിലുകൾ തുറന്നു വരട്ടെ. കർത്താവെ, വചനം പറയാനായിട്ട് പ്രിയ മക്കളെ ശക്തിപ്പെടുത്തണമേ. വചനം പഠിക്കുന്നു, മറന്നു പോകുന്നു, എല്ലാം മറന്നു പോകുന്നു. ഒരു ദിവസം പഠിക്കുന്നത് അടുത്ത ദിവസം ഓർമ്മയില്ല. കർത്താവെ, അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ ദൈവം തൊടണമേ, ബുദ്ധിമണ്ഡലങ്ങളെ തൊടണമേ. യേശുവിന്റെ നാമത്തിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവിനെ ദൈവം പകർന്നു കൊടുക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പഠിക്കുന്നതെല്ലാം ഗ്രഹിക്കാനായി കഴിയട്ടെ. ദുഷ്ടൻ അതിൽ തൊടാനായിട്ട് ദൈവം അനുവദിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവ്, അവർ ആത്മമണ്ഡലങ്ങളിൽ തൊട്ടതിനായി നന്ദി. വലിയ സ്വാതന്ത്ര്യം അയക്കുന്നതിനായി സ്തോത്രം. ഇന്നു മുതൽ അവർ വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരം ഇറങ്ങി വരികയും അവർക്കത് ഗ്രഹിക്കാനായിട്ട് കഴിയുകയും ചെയ്യട്ടെ. കർത്താവ്, ഇതുവരെ വായിച്ചതുപോലല്ല, പുതിയൊരു ഉണർവോടെ അവർ വായിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വചനം വായിക്കുന്നതിനോ ബൈബിൾ എടുക്കുന്നതിനോ ഒക്കെ തടസ്സമായി വ്യാപരിക്കുന്ന ദുഷ്ടന്റെ എല്ലാ മണ്ഡലങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. അത്ഭുതകരം തൊട്ടതിനായി നന്ദി. 100 മേനി ഫലം കൊടുക്കുന്നവരായി പ്രിയ മക്കളെ മാറ്റിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. അവർ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ പ്രേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? താങ്ക് യു ലോർഡ്. നമുക്ക് ഒന്നിച്ച് എഴുന്നേറ്റ് നിന്ന് ഒരു കരങ്ങൾ അടിച്ചൊരു ഗാനം പാടി കർത്താവിനെ ആരാധിക്കാം. നിങ്ങൾ ആരാധിക്കുമ്പോൾ പറയണം, കർത്താവേ, വന്നതുപോലെ അല്ല ഞാൻ മടങ്ങി പോകേണ്ടത്, എൻ്റെ ജീവിതം മാറണം. 100 മേനി ഫലം കൊടുക്കുന്ന ആളായി ഞാൻ എഴുന്നേറ്റേ മതിയാകൂ. അതിനുള്ള അവസ്ഥകളെ എൻ്റെ ദൈവം മാറ്റണം. ഒന്നിച്ചു ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. 1000 വീണാലും 10,000 വീണാലും വലയമായി നിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാർ ഉണ്ടരികിൽ അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ. സർവശക്തനാം ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ. സകലവും ഇന്ന് എനിക്ക് സാധ്യമാകുവാൻ എൻ്റെ അത്ഭുതമാം യേശുവിൻ നാമമുണ്ടല്ലോ. ഹല്ലേലൂയ. ഒരുമിച്ച് ചേർന്ന് നമുക്ക് പാടാം. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. കർത്താവേ, എല്ലാ മക്കളെയും ശക്തിപ്പെടുത്തിയാട്ടെ, എല്ലാ മക്കളെ ആരാധിക്കുവാനായിട്ട് ബലപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ.
അകരങ്ങളെ സന്തോഷത്തോടെ ചേർത്തടിച്ച് ഒന്നിച്ച് കർത്താവെ ആരാധിക്കാം. പരിശുദ്ധാത്മാവേ, അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും എന്നിപ്പോൾ ഇവിടെ ഇറങ്ങി വരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കാം. ആയിരങ്ങൾ വീണാലും 10,000 വീണാലും
അശുദ്ധ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രോഗശക്തികൾ അഴിയട്ടെ. ദുഃഖന്റെ മുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ പകരട്ടെ. എല്ലാ എതിർ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. അസൂയയുടെ സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ദൈവമക്കളുടെ ജീവിതത്തിന് വിരോധമായി വ്യാപരിക്കുന്ന ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, നേർച്ചകൾ, കാഴ്ചകൾ, പൂജകൾ, വഴിപാടുകൾ യേശുവിന്റെ നാമത്തിൽ കത്തിച്ചു കളയുന്നു. പരിശുദ്ധാത്മാവ് രാജ്ഞിയാൽ ബ്രേക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്യുന്നു. ദുരാത്മ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ മക്കളുടെ ശരീരം വിട്ട് അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറാൻ ഞാൻ കൽപ്പിക്കുന്നു. ഈവിൽ സ്പിരിറ്റുകളോട് പുറത്തു പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുക. ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഓരോരുത്തരുടെ ഉള്ളിലേക്ക് കറങ്ങി പോലെ സ്ട്രോക്ക് പോലെ ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ തീയായ വ്യാപരിക്കട്ടെ. കർത്താവേ, ആത്മമണ്ഡലം തുറക്കപ്പെടട്ടെ. രോഗങ്ങളിട്ട് ഭാരപ്പെടുത്തുന്ന ഉയരാൻ അനുവദിക്കാത്ത ദുരാത്മ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തകർന്നു മാറുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ഉയരാൻ അനുവദിക്കാത്ത, വ്യക്തികളെ ഉയരാൻ അനുവദിക്കാതെ ദേശത്ത് തകർത്തു കളയുന്ന ചില മണ്ഡലങ്ങൾ ഇപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയിൽ അഗ്നിയിൽ കരിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്ക് അകത്ത് സ്വാതന്ത്ര്യം വ്യാപരിക്കുകയാണ്. ചില ഇരുട്ടിന്റെ ശക്തികൾ അഴിഞ്ഞു മാറട്ടെ. ആ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകണം. സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. സ്വാതന്ത്ര്യം, ദൈവിക സ്വാതന്ത്ര്യം ഓരോ ഭവനത്തിനകത്തും ചലിക്കട്ടെ. താങ്ക് യു ജീസസ്. യേശുവിന്റെ നാമത്തിൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. റേഖല ബഷ്ബറു ലലേഹറ ദരഖല സുമന റബന ലഗത് ബറൂന ലേസറു ഖല റേഖാ റബന ബലസറു ലഹത് ബറൂന ലേശറു ഖല രാഹത് ബരെ ലവറു നാലഹസ് ബോറമന ലാഹത് ബറൂന ലാഹത് ബറൂന ലേഖെ റസു ഖല റഹന ബലസ്മനു റഹന ഗലേശു റൻസു റബന ബലസറു ഖല റഹത് ബാര ബല ബഷ്മന റഹന ഓ ധര ലഹസറു യേശുവേ. നന്ദി കർത്താവേ. താങ്ക് യു ലോർഡ്. നന്ദി യേശുവേ. അത്ഭുതകരങ്ങൾ ചലിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.